വയനാട്ടിലെ ദുരിതബാധിതർക്കായി ജില്ലാ ഭരണകൂടത്തിൻ്റെയും കുടുംബശ്രീ ജില്ലാ മിഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൊഴിൽ മേള ഇന്ന് നടക്കും. മന്ത്രി കെ രാജൻ തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ വിശദാംശങ്ങളുമായി ലതീഷ് ചേരുകയാണ് അവിടെ നിന്ന്. ലതീഷ്, തൊഴിൽ മേള എപ്പോഴാണ് ആരംഭിക്കുക? അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം ഇപ്പോൾ തൊഴിൽ രഹിതരായ ആളുകളുണ്ട്, തൊഴിൽ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, അവരെയൊക്കെ അവരുടെ തൊഴിൽ മേഖലകളിലേക്ക് തൊഴിൽ നഷ്ടപ്പെട്ടവരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരെയൊക്കെ ആ നിലയിൽ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഉള്ള പരിശ്രമമാണോ ഈ തൊഴിൽ മേള അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്? ശരത്ത്, രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങളാണ് അല്ലെങ്കിൽ പരിപാടികളാണ് ഇന്ന് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് നടക്കുന്നത്. അതിലൊന്ന് ശരത്ത് സൂചിപ്പിച്ച തൊഴിൽമേള തന്നെയാണ്. ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള തൊഴിൽമേളയാണ്. അത് ജില്ലാ ഭരണകൂടത്തിൻ്റെയും കുടുംബശ്രീ ജില്ലാ മിഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. അത് 10 മണിയോടുകൂടി മേപ്പാടിക്ക് സമീപമുള്ള ഒരു പള്ളി ഹാളിലാണ് അതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുട്ടിൽ WMO കോളേജിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിയും നിയുക്ത ചീഫ് സെക്രട്ടറിയും നിലവിലുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയും പങ്കെടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥരെയും അതേപോലെ തന്നെ ജനപ്രതിനിധികളുമായും ചർച്ച നടത്തുന്നു. ഇതിൽ ദുരന്ത ബാധിതരെയും കൂടെ കേൾക്കാൻ ചീഫ് സെക്രട്ടറിയും ഉദ്യോഗസ്ഥ സംവിധാനവും തയ്യാറാകുന്നു. ഇത്തരത്തിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷമുള്ള ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് മുമ്പാകെ ചീഫ് സെക്രട്ടറി സമർപ്പിക്കും. അത് തുടർന്നുള്ള സ്ഥിരം പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് പരിഗണിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും. ഈ താൽക്കാലിക പുനരധിവാസം ലഭിച്ച ആളുകൾക്ക് എന്താണ് പറയാനുള്ളത്, ഒപ്പം തന്നെ ജനപ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ കേൾക്കും. ഒപ്പം ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട ശേഷം സ്ഥിരം പുനരധിവാസത്തിന് വേണ്ടിയുള്ള ഒരു കൃത്യമായ ഒരു മാർഗ്ഗരേഖ ഈ യോഗത്തിൽ ഉരുത്തിരിയുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അല്പസമയം മുമ്പ് ചീഫ് സെക്രട്ടറി നമ്മോട് സംസാരിച്ചിരുന്നു. മാതൃകാപരമായ ഒരു പുനരധിവാസ പ്രവർത്തനത്തിലേക്കാണ് വയനാട് പോകുന്നത്. സ്ഥിരം പുനരധിവാസം എന്നുള്ളത് അല്പം കൂടി വൈകി അല്ലെങ്കിൽ കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്കിൽ പോലും താൽക്കാലിക പുനരധിവാസം സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചത് 1 മാസം എന്നുള്ള നിലയിൽ ഈ മാസം 30-നായിരുന്നു. അതിന് മുമ്പായി പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു. 35 കുടുംബങ്ങൾ 4 ക്യാമ്പുകളിലായാണ് അവശേഷിക്കുന്നത്. അതിൽ തന്നെ 19 കുടുംബങ്ങൾ ഇതിനകം തന്നെ ഒരുപക്ഷെ മടങ്ങിയിട്ടുണ്ടാവും. വൈകിട്ടോടുകൂടി ആ 19 കുടുംബങ്ങൾ കൂടി മടങ്ങും. 2 കുടുംബങ്ങൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ മടങ്ങും. കഴിച്ച് ബാക്കി വരുന്നത് 14 കുടുംബങ്ങൾ മാത്രമാണ്. ഒരു ക്യാമ്പ് മാത്രമായിരിക്കും ഒരുപക്ഷെ നാളേക്ക് അവശേഷിക്കുക. അതുകൊണ്ട് തന്നെ സ്കൂളുകളുടെ പ്രവർത്തനം അടുത്ത ബുധനാഴ്ച വ്യാഴാഴ്ച തുടങ്ങാൻ കഴിയും എന്നുള്ള കാര്യം കൂടി മന്ത്രി കെ രാജൻ നമ്മോട് പറയുകയുണ്ടായി. ഒപ്പം കേന്ദ്ര സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കേണ്ട മെമ്മോറാണ്ടം തയ്യാറായിട്ടുണ്ട്. ഇന്നോ നാളെയോ അത് സമർപ്പിക്കാൻ കഴിയും എന്നും മന്ത്രി കെ രാജൻ പറയുന്നു. ഈ തൊഴിൽമേളയുമായി ബന്ധപ്പെട്ട് ഈ ശരത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രദേശത്തുകാരുടെ ആദ്യം അവരെ ഈ അപകടത്തിൽ നിന്നും അല്ലെങ്കിൽ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക, അതിനുശേഷം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് താൽക്കാലിക പുനരധിവാസം ഒരുക്കുക. പിന്നീട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തൊഴിൽ നഷ്ടപ്പെട്ട, കാരണം വാഹനങ്ങളൊക്കെ ഓടിച്ച് ജീവിച്ചിരുന്ന വലിയൊരു സമൂഹമാണ് ആ ചൂരൽമല മുണ്ടക്കൈ പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത്. അവർക്ക് അവരുടെ ജീവിതോപാധി പൂർണ്ണമായും വീടും അതേപോലെ തന്നെ കുടുംബങ്ങളും ബന്ധുക്കളെ മാത്രമല്ല അവരുടെ ജീവിതോപാധി കൂടി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അത്തരം ആളുകൾക്ക് ഒരു തൊഴിൽ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. ആ തൊഴിൽമേളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനു പറയും. എന്താണ് ഈ തൊഴിൽമേള കൊണ്ട് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് കൂടെ ഒന്ന് വിശദീകരിക്കും. തീർച്ചയായും ഈ തൊഴിൽമേള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലതീഷ് പറഞ്ഞതുപോലെ താൽക്കാലിക പുനരധിവാസം ഏകദേശം അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തൊഴിൽമേള വരുമ്പോൾ ഈ പുനരധിവാസം മാത്രം പോരല്ല, ഇനി അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു വക സർക്കാർ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം അവരുടെ ജീവനോപാധികളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ജീവനോപാധി ഉപജീവന മാർഗത്തിനുള്ള ഒരു തയ്യാറെടുപ്പുകളിലേക്ക് സർക്കാർ കടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കുടുംബശ്രീയുടെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ നോളജ് ഇക്കണോമി മിഷൻ, ഈ നോളജ് ഇക്കണോമി മിഷന്റെയും കൂടി ആഭിമുഖ്യത്തിലാണ് തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. നോളജ് ഇക്കണോമി മിഷന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ, DWMS എന്ന് പറയുന്ന ആ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്കും ഇനി രജിസ്റ്റർ ചെയ്യാത്ത പുതുതായി ആ ഭാഗത്തുള്ള തൊഴിൽ അന്വേഷകർക്കും ഇതിൽ പങ്കാളികളാകാം എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. യുവജനങ്ങൾക്കായി ഞങ്ങളുണ്ട് കൂടെ എന്നാണ് ഇപ്പോൾ ആ പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മന്ത്രി കെ രാജൻ അത് ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ അവിടെ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ തൊഴിൽ നേടുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുമായി സംസാരിച്ചു, മന്ത്രി കെ രാജനുമായി ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ ഒരു പുനരധിവാസം എന്ന് പറയുമ്പോൾ എല്ലാ തലങ്ങളിലും സമഗ്രമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉറപ്പുവരുത്തുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. തുടങ്ങിയപ്പോൾ 19 ക്യാമ്പുകളിലായി 987 കുടുംബങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് 35 കുടുംബങ്ങൾ മാത്രമായിരിക്കുന്നു. ഇന്ന് പുലർച്ചെ ഒരു 11 മണിയോടുകൂടി 19 കുടുംബങ്ങൾ കൂടി ക്യാമ്പുകൾ
ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് താൽക്കാലിക സംവിധാനങ്ങളിലേക്ക് മടങ്ങും. അത് വീടുകളുണ്ട്, ഒപ്പം തന്നെ സർക്കാർ ക്വാർട്ടേഴ്സുകളുണ്ട്. ഇന്ന് വൈകിട്ട് 2 കുടുംബങ്ങൾ കൂടി മടങ്ങും. അങ്ങനെ ഇന്ന് ആകെ 21 കുടുംബങ്ങൾ മടങ്ങും. അങ്ങനെ പിന്നീട് ബാക്കി വരുന്ന 14 കുടുംബങ്ങൾ കൂടിയാണ്. ഈ 2-3 ദിവസങ്ങൾക്കുള്ളിൽ അവരെ കൂടി വിവിധ ഇടങ്ങളിലേക്ക് താമസിപ്പിക്കുന്നതോടെ താൽക്കാലിക പുനരധിവാസത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമാകും. അതിനുശേഷമാണ് പിന്നീട് സ്ഥിരമായിട്ടുള്ള സംവിധാനത്തിലേക്ക് കടക്കുന്നത്. ആ സ്ഥിരമായിട്ടുള്ള സംവിധാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ താൽക്കാലികമായി താമസിപ്പിച്ചവർക്ക് അവർക്ക് ഇനി ജീവിക്കണം, അവർക്ക് മുന്നോട്ട് പോകണമല്ലോ. അതിനു വേണ്ടിയിട്ട് തൊഴിൽ നൽകുക എന്നതാണ് ഇപ്പോൾ ഈ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഒരു പുതിയ ഇടപെടൽ തന്നെയാണ്. സാധാരണ നമ്മളൊരു പുനരധിവാസം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നതൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുക. ഇത് അതോടൊപ്പം തന്നെ അവർക്ക് സ്ഥിരമായൊരു തൊഴിൽ കൂടി നൽകുക എന്നത് ഒരു പുതിയ അനുഭവമായിട്ട് തന്നെ ഇവിടെ ഒന്ന് പറയേണ്ടി വരും. ശരത്ത്, എന്തായാലും ഈ 2 കാര്യങ്ങളുമാണ് ശരത്ത് ഇന്ന് വയനാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒപ്പം തെരച്ചിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കാമെന്ന് തോന്നുന്നു. കാരണം തെരച്ചിൽ അവസാനിച്ചു എന്ന രീതിയിൽ ഉൾപ്പെടെ വാർത്തകൾ വരുന്നൊരു സാഹചര്യത്തിലാണ് മന്ത്രി കെ രാജൻ അക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കിയത്. 60 അംഗ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർക്കാണോ അവരുടെ ഉറ്റവരെ തിരയേണ്ട സ്ഥലം, അങ്ങനെ ആ രീതിയിൽ അവർക്ക് കാണിച്ചു തരുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ഉൾപ്പെടെ തിരയുന്നതിനാവശ്യമായ നടപടിയുണ്ടാവും. സന്നദ്ധ പ്രവർത്തകർക്കും തിരച്ചിലിൽ പങ്കെടുക്കാം. എന്നാൽ അവർ പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളുമായി സഹകരിച്ച് മാത്രമേ ഇത്തരം സ്ഥലങ്ങളിലേക്ക് തെരച്ചിലിനായി പോകാവൂ എന്നുള്ള കാര്യം കൂടി മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും താൽക്കാലിക പുനരധിവാസം യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പൂർത്തിയായി വരുന്നു. ചീഫ് സെക്രട്ടറി പറഞ്ഞതാണ് അനുസരിച്ചാണെങ്കിൽ കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് അത് താൽക്കാലിക പുനരധിവാസത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സ്ഥിരം പുനരധിവാസത്തിലേക്ക് പോകണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും എല്ലാം വലിയൊരു ജനപങ്കാളിത്തം കൂടി അതിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ നിലയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. എന്തായാലും ശരത്. ശരി. വയനാട്ടിൽ നിന്ന് ഇപ്പോൾ ലതീഷും മനുവും അതുപോലെ തന്നെ ഞങ്ങളുടെ സംഘം ഇപ്പോൾ വാർത്തയുടെ ഒരു വൈകാരിക അവതരണത്തിൻ്റെ തലത്തിൽ വയനാട് ഒരുപക്ഷെ വിസ്മരിക്കപ്പെട്ടേക്കാം. പക്ഷേ വയനാട് ഒരു അതിജീവനത്തിൻ്റെ നിരന്തരമായ ആരൊക്കെ വന്നാലും പോയാലും പക്ഷേ ആ അതിജീവനം എന്നതിനെ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ നിറവേറ്റി മുന്നോട്ട് പോകുന്നൊരു കാലത്ത് അതിനെ അതിൻ്റെ ജാഗ്രതയോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതേ നിലയിൽ തന്നെ ഓരോ ദിവസവും വയനാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, എന്തൊക്കെ തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നു, ശരി എന്താണ്. ഇപ്പോൾ വയനാടിൻ്റെ ആ മണ്ണിൽ നിന്നാണ്, പുനരധിവാസം നടക്കുന്നിടത്തു നിന്നാണ് ചീഫ് സെക്രട്ടറിയും നിയുക്ത ചീഫ് സെക്രട്ടറിയും രാവിലെ നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ ലതീഷും മനുവും അനൂപും മറ്റുള്ളവരും എല്ലാവരും വിവിധ സംഘങ്ങൾ ഇപ്പോഴും വയനാടിൻ്റെ ഈ പറഞ്ഞ ദുരന്തബാധിത മേഖലകളിലുമായി ബന്ധപ്പെട്ടൊക്കെ നിരന്തരം വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി അടിവരയിട്ട് പറയുകയാണ്. കാരണം ഇന്നത്തെ ഒരു ദൃശ്യമാധ്യമ പരിസരം നമുക്ക് മനസ്സിലാവും. അതിവൈകാരികതയിൽ ഊന്നിയിട്ടുള്ള ഒരു വലിയ പ്രകടനത്തിലേക്ക് ഇങ്ങനെ ചുരുങ്ങിപ്പോകുമ്പോൾ അതിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന വാർത്താ മൂല്യങ്ങളുണ്ട്, അറിയേണ്ട കാര്യങ്ങളുണ്ട്, അതിൻ്റെ വൈവിധ്യങ്ങളുണ്ട്. ശരിയായി വിലയിരുത്താൻ പ്രേക്ഷകർക്ക് പ്രാപ്തമാകും വിധം വിവരങ്ങൾ തരേണ്ടതുണ്ട്. അത് ചുരുങ്ങിപ്പോകുന്ന ഒരു കാലത്ത് അതേക്കുറിച്ച് വ്യക്തമായ ബോധ്യത്തോടെ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വയനാടിനെ ചേർത്തുപിടിച്ച് അതിൻ്റെ പുനരധിവാസത്തിനൊപ്പം സഞ്ചരിച്ച് നിരന്തരം വാർത്തകൾ തന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുക കൂടിയാണ്. മുമ്പ് പറഞ്ഞാൽ അടിവരയിട്ട് പറയുകയാണ്. ഇന്ന് രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ബഹുമാന്യനായ റവന്യൂ മന്ത്രി കെ രാജൻ മനുവിനോട് സംസാരിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ താൽക്കാലിക പുനരധിവാസം അന്തിമഘട്ടത്തിലാണ്. 30-ാം തീയതിയോടുകൂടി അത് അവസാനിക്കാൻ പോവുകയാണ്. ഇന്നതാ തൊഴിൽമേള നടക്കുകയാണ്. നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അടിയന്തരമായി നമ്മൾ അദാലത്ത് അവിടെ സംഘടിപ്പിച്ച് വിദ്യാഭ്യാസ രേഖകളും മറ്റും കൊടുക്കുന്നു. അങ്ങനെ ക്യാമ്പുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. തകർന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടത് മാറ്റുന്നു. അതുപോലെ തന്നെ സംരക്ഷിക്കാൻ കഴിയുന്നവ സംരക്ഷിക്കുന്നു. അതുപോലെ ഈ പറഞ്ഞ പോലെ സർക്കാർ ക്വാർട്ടേഴ്സുകളും മറ്റും ഈ ദുരിതബാധിതർക്കായിട്ട് മാറ്റിവെക്കുന്നു. അവർക്ക് വാടക ഇനത്തിൽ പണം നൽകുന്നു. ആ വാടക ഇനത്തിൽ കൊടുത്ത പണം തന്നെ പിടിച്ചു വാങ്ങാൻ വന്ന ഗ്രാമീൺ ബാങ്കിനോട് സമരം ചെയ്ത നാടാണിത്. അവിടെ ഡിവൈഎഫ്ഐയുടെ സമരം. ഈ വിവരമറിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, കളക്ടർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം കൊടുത്ത നിർദ്ദേശം, സംസ്ഥാന ബാങ്കേഴ്സ് സമിതിയുടെ നിർദ്ദേശം വന്നത്, കേരള ബാങ്ക് ഇതിനൊക്കെ മുമ്പ് തന്നെ വായ്പകൾ ആ ചൂരൽമല ബ്രാഞ്ചിലെ വായ്പകൾ മുഴുവൻ എഴുതിത്തള്ളി മാതൃകാപരമായി നിന്നതൊക്കെ ഈ നാട്ടിലാണ്. അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ പ്രേക്ഷകരെ പറഞ്ഞും ഓർമ്മിപ്പിച്ചും ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും അതിനിടയിൽ ജാഗ്രതപ്പെടേണ്ടതുണ്ടെങ്കിൽ അത്, വിമർശനമുണ്ടെങ്കിൽ അത് എല്ലാം അവതരിപ്പിച്ചും ചൂണ്ടിക്കാട്ടിയും പോവുകയാണ് വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ വാർത്താ സംഘം.